റെക്കോർഡ് വിൽപ്പനയ്ക്കിടയിൽ ഓണം ബമ്പർ നറുക്കെടുത്തു. 25 കോടിയുടെ ഒന്നാം സമ്മാനത്തിന് അർഹമായത് TH 57 78 25 എന്ന ടിക്കറ്റാണ്. എന്നാൽ ടിക്കറ്റ് ഉടമ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ആറ്റിങ്ങൽ ആസ്ഥാനമായുള്ള ഭഗവതി ഏജൻസി ഉടമ പി തങ്കരാജ് പാലക്കാടു നിന്നുമെടുത്ത് കൊച്ചി നെട്ടൂരിലെ ഏജൻസിയിലൂടെ വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം. പക്ഷേ ഭാഗ്യശാലി ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, തിരുവനന്തപുരത്തെ ഏജന്റാണ്, ഏജന്റുമാർക്ക് എല്ലാ ഓഫീസിൽ നിന്ന് എടുക്കാം, പാലക്കാട് ഓഫീസിൽ നിന്നാണ് എടുത്തത്. അതാണ് റെക്കോർഡ് വിൽപ്പനയാണ് ഇത്തവണ നടന്നത്. 75 ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ അച്ചടിച്ചത്. എല്ലാ ടിക്കറ്റുകളും വിറ്റ് റെക്കോർഡും നേടി. റെക്കോർഡ് വിൽപ്പനയാണ് ഇപ്രാവശ്യത്തെ ലോട്ടറിയുടെ. അതിനകത്ത് ഒരു ടിക്കറ്റ് മാത്രമാണ് ഇപ്രാവശ്യം ഡാമേജ് ആയതുകൊണ്ട് വിൽക്കാതെ പോയത്. അത് ഇവിടുന്ന് കണക്കുണ്ട്, ആ ഡാമേജ് ആയതുകൊണ്ട് വിൽക്കാതെ പോയി. കേരള ലോട്ടറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് വാസ്തവത്തിലൊരു ക്ലൗഡ് ഫണ്ടിങ് എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഈ ഫണ്ടുകൾ പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. നികുതി കഴിഞ്ഞുള്ള പണത്തിൻ്റെ മഹാഭൂരിപക്ഷവും ചെറിയൊരു ശതമാനം ഒഴിച്ച് ബാക്കി മുഴുവനും സമ്മാന ഘടനയിൽ പോവുകയാണ്. അതുപോലെ സമ്മാനമായി പോകുന്നു. 20 പേർക്ക് ഓരോ കോടി രൂപ വീതം രണ്ടാം സമ്മാനവും 50 ലക്ഷം രൂപ വീതം 20 പേർക്ക് ലഭിക്കുന്ന മൂന്നാം സമ്മാനം എന്നിങ്ങനെയാണ് സമ്മാനഘടന. 12 കോടി രൂപ ഒന്നാം സമ്മാനം ലഭിക്കുന്ന പൂജ ബമ്പർ ഭാഗ്യക്കുറിയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.